നമസ്കാരം, വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ നഗരസഭയ്ക്കെതിരെ തിരൂരിലെ വ്യാപാരികൾ തിരൂർ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഏജന്റുമാർ വഴി തെരുവ് കച്ചവടക്കാരിൽ നിന്നും പിച്ചപ്പണം നഗരസഭ വാങ്ങുന്നതുകൊണ്ടാണ് തെരുവ് കച്ചവടക്കാരെ നിയന്ത്രിക്കാൻ തിരൂർ നഗരസഭയ്ക്ക് കഴിയാത്തതെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S. ഗിരീഷ് ആരോപിച്ചു. നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നന്മ സൗഹൃദ കൂട്ടായ്മയുടെ 3ാം വാർഷികാഘോഷം ഡിസംബർ 24 ഞായറാഴ്ച ഫാത്തിമമാത ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം നടക്കും. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്യും. മകളുടെ ഭർത്താവിന്റെ അക്രമത്തിൽ പരിക്കേറ്റ് മരണപ്പെട്ട താനൂർ മൂലക്കൽ സ്വദേശിനി പണ്ടാരവളപ്പ് മുത്തംപറമ്പിൽ ജയയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. താനൂർ സ്കൂൾ പടിയിൽ വാഹനാപകടം. കർണാടകയിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച വാൻ പാടത്തേക്ക് മറിഞ്ഞാണ് അപകടം. വെള്ളിയാഴ്ച രാവിലെ 11:30ഓടെയാണ് സംഭവം. ഓട്ടവും ചാട്ടവും സോഫ്റ്റ് ബോൾ ത്രോ മത്സരങ്ങളുമായി കൂട്ടിലങ്ങാടി MSP മൈതാനത്ത് വേറിട്ട കായികാവേശം തീർത്ത് ജില്ലയിലെ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ. ക്ഷേത്രങ്ങൾ ഭരിക്കാനുള്ളതല്ല, പരിപാലിക്കാനുള്ളതാണെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. പരിപാലിച്ച് ചൈതന്യത്തോടു കൂടിയാവണം ക്ഷേത്രം പുതു തലമുറക്ക് കൈമാറേണ്ടതെന്നും ക്ഷേത്രം ആരാധനയും മാത്രമല്ല ഏറ്റവും വലിയ മഹത്തായ സാംസ്കാരിക കേന്ദ്രം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സുഭിക്ഷ വാർദ്ധക്യം എന്ന നാമകരണത്തിൽ വയോജനങ്ങളുടെ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ STU മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു. ചെറിയമുണ്ടം പഞ്ചായത്ത് അങ്കണവാടി കലോത്സവം വർണ്ണോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അല്ലൂർ AE സ്കൂളിൽ നടന്ന CBSE ജില്ലാ അണ്ടർ 12, 14 എന്നീ വിഭാഗങ്ങളിലെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് അവസാനിച്ചു. വൈവിധ്യങ്ങളായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂൾ ക്രിസ്മസ് ആഘോഷം വേറിട്ടതാക്കി. നിരവധി വിദ്യാർത്ഥികൾ പങ്കാളികളായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.